വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഈ വർഷം LDC നോട്ടിഫിക്കേഷൻ വരുമോ, എന്നാ ഇനി LDC എക്സാം നടക്കുക അല്ലെ? അതുപോലെ തന്നെ എന്നാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരിക, LDCയിൽ ഉണ്ടായിട്ടുള്ള ഇനി വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങണോ അല്ലെ? അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇനി എന്താണ് LDC നോട്ടിഫിക്കേഷൻ വരിക? 2026 ഡിസംബർ മാസത്തിൽ തന്നെ LDCയുടെ നോട്ടിഫിക്കേഷൻ വരും. എങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ച് 2026 ഡിസംബറിൽ തന്നെ LDC നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയാൻ കാരണം എന്താണ്? 2028 ഓഗസ്റ്റ് മാസം 1-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ 2028 ഓഗസ്റ്റിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2027 പരീക്ഷ നടന്നാലല്ലേ അത് വരുള്ളൂ. അപ്പൊ 2026 എന്ത് നടക്കും? നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണ്? ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 40 വയസ്സ് വരെ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ജനറൽ കാറ്റഗറി 40 ആകുമ്പോൾ OBC എന്തായി മാറി? 43 SC ST അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 45 വയസ്സ് വരെ. അപ്പോ നമ്മള് ലാസ്റ്റ് ഗ്രേഡോട് കൂടി എഴുതി തീർന്നു, ഇനി എന്റെ ലാസ്റ്റ് എക്സാം ആണെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന ധാരാളം കുട്ടികൾക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ LDC ഭംഗിയായിട്ട് എഴുതാൻ പറ്റിയില്ല, ഇത് എന്റെ ലാസ്റ്റ് LDC ആണെന്ന് വിഷമിച്ചിരുന്നവർക്ക്, അത് ആലോചിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ചാൻസ് ആണ്, വളരെ നല്ലൊരു അവസരമാണ്. ഇത് മിസ് ചെയ്താൽ പിന്നെന്താ ഉണ്ടാവണേ? ഇപ്പോ 2026 നോട്ടിഫിക്കേഷൻ വന്നാൽ 2028 എക്സാം ഉണ്ടാവുക. 3 വർഷം അതിന്റെ എന്തുണ്ടാവും? റാങ്ക് ലിസ്റ്റ് ഉണ്ടാവൂലേ? അപ്പൊ പിന്നെ അടുത്തൊരു LDC എഴുതാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങുക. എപ്പ തുടങ്ങണം? ഇപ്പൊ തന്നെ തൊട്ട് തുടങ്ങണം. കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ തൊട്ട് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങണം? ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ, പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്, ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, പുതിയതായിട്ടുള്ള ആൾക്കാര്. അപ്പൊ ഇനി LDC വരികയാണെന്ന് ഇപ്പോ പല വീഡിയോസിൽ നിന്നും പല സോഴ്സിൽ നിന്നൊക്കെ അറിഞ്ഞു. എന്നാൽ നമ്മൾ LDCക്ക് വേണ്ടി പഠിക്കാം. കാരണം LDC എന്താണ്? സാധാരണക്കാരുടെ IAS ഒക്കെ എന്നറിയപ്പെടുന്നതാണ് LDC. അപ്പൊ നമുക്ക് എന്നാ LDCക്ക് വേണ്ടി പഠിക്കാം എന്ന് തീരുമാനിക്കുന്ന പുതിയ കുട്ടികള്, അല്ലെങ്കിൽ ഇപ്പോ LGSന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അപ്പൊ അവർ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അത്തരം കാറ്റഗറിയിലുള്ള കുട്ടികൾ ഉണ്ടാവും. പിന്നെ അതിനു മുമ്പേ കുറച്ച് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, LGSനൊക്കെ ഇനി നല്ല റാങ്ക് വാങ്ങാൻ പോണ കുട്ടികൾ, അപ്പൊ അവര് അടുത്തത് എന്തായിരിക്കും? LDCയുടെ ഒക്കെ ഫസ്റ്റ് റാങ്കിൽ എത്താൻ പാകത്തിനുള്ള പുതിയ കുട്ടികൾ അല്ലെ, കുട്ടികളായിട്ട് മാറുന്നത്. പിന്നെ കുറച്ചു നാളായിട്ട് ജോലി ചെയ്യലും പഠിക്കലും ഒരുമിച്ച് നടക്കുന്നവര്, പിന്നെ വീട്ടമ്മമാര്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാര് നമുക്ക് ഈ മേഖലയിലുണ്ട് പഠിക്കണവര്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാറുള്ളത്, ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരാണ്, അപ്പൊ നിങ്ങളൊന്നും നോക്കാനില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു LGSന് പഠിക്കണ പോലെയല്ല മക്കളെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണം. കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും വേണം. അപ്പൊ SCERT പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. SCERT പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. പിന്നെ നമ്മൾ എന്ത് വേണ്ടി വരും? നല്ല നല്ല മറ്റു പുസ്തകങ്ങൾ, ശ്രീധരമേനോന്റെ പോലുള്ള പുസ്തകങ്ങളോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പ്രചാരത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത നല്ല നല്ല റാങ്ക് ഫയലുകളോ, അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നമ്മൾ നല്ലൊരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ കൂടെ, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ കൂടെ റെഫറൻസിന് വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുന്നത്, റാങ്ക് ഫയലോ അതുപോലെ തന്നെ മറ്റു ബുക്കുകളോ കൂടി ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ഉയർന്ന റാങ്കുകളിലേക്ക്, നല്ല നല്ല റാങ്കുകളിലേക്ക് എത്താൻ നിങ്ങളെ അത് സഹായിക്കും. അപ്പോ എന്താണ്, തുടക്കക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏതെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല എന്നല്ല, വീട്ടിലിരുന്നും പഠനം നടത്താം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ പഠനം നടത്താം. അപ്പോ അവര് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ചു പോവാം. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ജനറൽ നോളേജ് മാത്രമല്ല, ഇവിടെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അല്ലെ, അത്യാവശ്യം IT മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു LDC എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം ടഫാണ്. വെറുതെ ഒന്നും നമുക്ക് ഒരു 90 മാർക്കൊന്നും, 92 മാർക്കും 95 മാർക്കൊന്നും
അത് നമുക്ക് നേടാൻ പറ്റില്ല. അങ്ങനെ നേടി ഫസ്റ്റ് റാങ്കിൽ എത്താൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷയേ അല്ല LDC നിലവാരത്തിലുള്ള പരീക്ഷ. അവിടെ നമ്മൾ ചിലപ്പോൾ കട്ട് ഓഫ് ഒക്കെ വരിക 65, 70 ആ ലെവലിലൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോ ഒരാൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ 90 ആ ലെവലിലുള്ള മാർക്കൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പൊ അത്രയും അത്രയും ടഫായിട്ടുള്ള എക്സാം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തുടക്കക്കാർ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. ഇനി ഞങ്ങൾ എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ, 20 വയസ്സായിട്ടുള്ളൂ, കുറെ സമയമുണ്ട് അങ്ങനെ വിചാരിക്കരുത്. ഇനി LGS പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, LGS, ബെവ്കോ, LDC, VFA, അവര് പഠനം നിർത്തരുത്. കാരണം നിങ്ങൾക്ക് ബേസിക് നന്നായിട്ടുണ്ട്, ബേസിക് ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മാത്സിന്റെ ഒക്കെ അടുത്ത പടികളിലേക്കും മലയാളം ഒക്കെ വിശദമായിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് പോവാ. ഇനി കുറച്ച് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പഠിച്ച് നമ്മള് എന്താണ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് ചോദിച്ചാലും ക്ലിയർ ആവുന്ന രീതിയിൽ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഡെയിലി പേപ്പറൊക്കെ വായിച്ച് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജോലി പരമാവധി നിർത്താൻ പറ്റാച്ച നിർത്തിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. അവര് ട്യൂഷൻ മേഖലയോ അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സ്ഥാപനങ്ങൾക്കൊക്കെ കോണ്ടന്റ് റൈറ്റിംഗ്, നമ്മുടെ PSC സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അങ്ങനെ ആ മേഖലകളിൽ എവിടെയെങ്കിലും ഒക്കെ ജോലിയൊക്കെ നേടാൻ ശ്രമിക്കുക. ആ മേഖലകൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കാം. വീട്ടമ്മമാരാണെങ്കിൽ ഇനി സമയമുണ്ട്, നമ്മുടെ മുന്നില് എന്താണ് 2026 മുഴുവനുണ്ട്, 2027 പകുതിയോളം നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ സമയം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്രീശ് കുറച്ച് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് നമുക്കറിയാം അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ച് ഇത്തിരീശ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ദിവസവും നമ്മൾ ഇംഗ്ലീഷിനായിട്ട്, മാത്സിനായിട്ട്, മലയാളത്തിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇംഗ്ലീഷും മാത്സും മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഭാഗങ്ങൾ മാത്രം വന്നിട്ടുള്ള ഭാഗങ്ങള്, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാത്തിലും വരും, റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാത്തിലും വരും, അതുപോലെ തന്നെ പാസീവ് വോയിസ് എല്ലാത്തിലും വരുന്നുണ്ട്, നമ്മുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരും, അല്ലെങ്കിൽ ഫോറിൻ വേർഡ്സ് വരും, ഫ്രേസസ് വരും. സ്ഥിരമായി ചോദിക്കുന്ന ഇത്തരം ഭാഗങ്ങൾ നമ്മൾ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ പഠിച്ച് അത് ഏത് ഭാഗത്തുനിന്ന് വന്നാലും കൃത്യമായിട്ട് അതിന്റെ റൂൾസ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് ഭംഗിയായിട്ട് പഠിക്കുക. അപ്പൊ മാത്സിനാണെങ്കിൽ നമുക്കറിയാം ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അല്ലെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇതൊന്നും ഇല്ലാത്ത പരീക്ഷകളില്ല. അപ്പൊ അതൊക്കെ പിന്നെയും ചെയ്ത് നമ്മൾ ആ മേഖല എന്താണ് നല്ല എന്താ പറയാ വളരെ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുക. മലയാളത്തിലാണെങ്കിൽ കൂടെ പഴഞ്ചൊല്ലുകള്, ഒറ്റപ്പദങ്ങള്, അല്ലെ, വൺ വേർഡുകള്, സാഹിത്യകാരന്മാരുടെ പേരുകള്, തൂലികാനാമങ്ങള്, അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങള്, പ്രധാനപ്പെട്ട കുറേയധികം എന്താ പറയുന്നത് ഗ്രാമറുകൾ, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകുക. അതിനൊപ്പം തന്നെ കുറച്ച് സമയം ഓരോരോ ഭാഗങ്ങളും നമ്മൾ എന്താ GK വേണ്ടി മാറ്റിവെക്കുക. GK സിലബസ് അനുസരിച്ച് മാത്രം GK നിങ്ങൾ നോക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് നല്ല മാർക്കറ്റിൽ പ്രചാരമുള്ള നല്ല റാങ്ക് ഫയൽസോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതെന്താണ്, നമ്മൾ ഒരു എന്താ പറയാ റാങ്ക് ഫയൽ നോക്കുമ്പോ കൃത്യമായിട്ട് റാങ്ക് ഫയൽ അരച്ച് കലക്കി കുടിക്കാൻ ഞാൻ പറയില്ല. റാങ്ക് ഫയലും അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങളും നമ്മുടെ നോട്ട്സ് ഒക്കെ ഏകദേശം ഒന്ന് നോക്കിയിട്ട് റാങ്ക് ഫയലുള്ളത് മുഴുവൻ പഠിക്കണ്ട. സിലബസിലുള്ള കാര്യങ്ങൾ റാങ്ക് ഫയലിലൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ പഠിച്ചൊന്ന് ഭംഗിയാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ SCRT ആണെങ്കിൽ കൂടെ നമുക്കുണ്ട്, ഇപ്പൊ ഹിസ്റ്ററി എടുക്കാൻ വെച്ചാൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. അപ്പൊ ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ആകുമ്പോൾ മെഡീവൽ ഇന്ത്യ, ഏൻഷ്യൻ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അങ്ങനെ കാറ്റഗറികൾ ഉണ്ട്. അതിൽ ഏതൊക്കെയാ വരണേ? അതിൽ ചിലത് SCRT പാഠഭാഗങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനില്ല, ചിലത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ലാത്തത് നമുക്ക് ചിലപ്പോൾ അത് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രീധര മേനോനോ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ തീരെ SCRT പാഠഭാഗങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ അമെന്റ്മെന്റ്സ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ SCRT മാത്രം ഫോളോ ചെയ്താലായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മൾ നല്ല നല്ല ബുക്സ് ഒക്കെ വേറെ റെഫർ ചെയ്ത് അങ്ങനെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ SCRT വിടാൻ പാടില്ല. ശ്രീധര മേനോനോ അങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിലാവുമ്പോൾ അവരുടെ കൃത്യമായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് പ്ലസ്
പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഭംഗിയായിട്ട് പഠിച്ച് അന്നാന്ന് എടുക്കണ അന്നാന്നത്തെ പേപ്പർ കൃത്യമായി നോക്കി പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കുക. അതായത് എന്താ പറയാ, ന്യൂസ് പേപ്പറിലുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എഴുതിയൊക്കെ വെച്ച് അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് LDC നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഉറപ്പാണ് മക്കളെ, 2026 തന്നെ LDC നോട്ടിഫിക്കേഷൻ വരുന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. 2027 എക്സാം നടക്കുന്നുള്ള കാര്യം തീരുമാനമാണ്. 2028 ഓഗസ്റ്റ് 1 റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളതും 2028 അവസാനമാകുമ്പോഴേക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എന്താ പറയുന്നത്, റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് കയറും എന്നുള്ളതും ഉറപ്പാണ്. ഇതേ രീതിയിൽ പഠിച്ചു മുന്നോട്ട് കൊണ്ടുപോയാട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ റാങ്ക് ഫയലുകൾ നോക്കണമെന്നോ അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോന്നോ അതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഈ അടുത്ത വീഡിയോയില് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ട്, ടീച്ചറെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.